ആലപ്പുഴ താമരക്കുളം പഞ്ചായത്തിൽ ഇന്ന് ഉച്ചവരെ BJP ഹർത്താൽ. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കർഷകനോടുള്ള ആദരസൂചകമായും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുമാണ് ഹർത്താൽ. മരിച്ച കർഷകൻ ശിവൻകുട്ടി കെ പിള്ളയുടെ സംസ്കാരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, പറയൂ. കൃഷ്ണരാജ്, മിനിഞ്ഞാന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. വളരെ നിർധന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു കുടുംബം കൂടിയാണ്. അദ്ദേഹം കുടുംബം പോറ്റാൻ വേണ്ടിയുള്ള 60 വയസ്സ് പിന്നിട്ടും കാർഷിക മേഖലയിൽ പണിയെടുത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു കർഷകൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് 11 മണിയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, വിദേശത്ത് ജോലിയുണ്ടായിരുന്ന ഇദ്ദേഹം ഭാര്യ ശരീരം തളർന്ന് കിടപ്പിലായതോടെയാണ് നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് പ്രധാനമായും ആ കുടുംബത്തെ നിലനിർത്തി പോന്നിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി ഈ 48 മണിക്കൂർ പിന്നിട്ടിട്ട് ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാനോ ഒന്നും തന്നെ ആരും തന്നെ, സർക്കാരോ ഇല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് തന്നെ പഞ്ചായത്തിൻ്റെ ഒരു അനാസ്ഥ കൂടി കാരണമാണ്. കാരണം വലിയ കാട്ടുപന്നികളുടെ ശല്യമാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതിനെ ചെറുക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ BJP പ്രവർത്തകർ, ഇവിടുത്തെ വാർഡ് മെമ്പറുമായ ദീപ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി, എത്രത്തോളം ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്? ഈ കുടുംബത്തിൻ്റെ ഒരു ദുരവസ്ഥയെന്ന് പറഞ്ഞാൽ, വർഷങ്ങളായി ഗൾഫിൽ നിന്ന് ജോലി ചെയ്തിട്ട് ഭാര്യ തളർന്നു വന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയതാണ്. അരയ്ക്ക് കീഴ്മുറി തളർന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഉണ്ടായാലേ പറ്റുകയുള്ളായിരുന്നു. ഒരു നിർധന കുടുംബത്തിൻ്റെ ഒരു കർഷകൻ, അദ്ദേഹം ആ കുടുംബത്തിൻ്റെ തന്നെ എല്ലാ അത്താണിയും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഇവിടെ ഇപ്പം പറയാം. കാരണം അത്രയ്ക്കും ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ഇപ്പം സത്യത്തിൽ ഈ പന്നികളുടെ ഒരു ശല്യം അത് ഇവിടുത്തെ ഈ കർഷകരെ എല്ലാം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല. അതിനെ ചെറുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇല്ലെങ്കിൽ സംവിധാനങ്ങൾക്കായിട്ടുണ്ടോ, സർക്കാർ സംവിധാനങ്ങൾക്ക്? സർക്കാർ സംവിധാനങ്ങൾക്കെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ 17 വാർഡാണ് നിലവിൽ. ഈ 17 വാർഡിൽ കൂടി ഒരു ഷൂട്ടറെയാണ് വെച്ചിരുന്നത്. ആ ഒരു ഷൂട്ടർക്ക് ഈ 17 വാർഡുകളിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. 16 പന്നികളെ മാത്രമാണ് ഇവിടെ കൊന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഷൂട്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചിരുന്നു, 5 ലക്ഷം രൂപയ്ക്ക് സോളാർ വേലിയെന്ന്. നമ്മുടെ ഈ വാർഡിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ 2ാമത്തെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്. നമ്മൾ ഈ പന്നി കെണി വെച്ച കർഷകൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് സോളാർ വേലി സ്ഥാപിക്കുവാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ ചെയ്യുന്നില്ലെന്നാണ് നമ്മളെ അറിയിച്ചത്. അതുതന്നെയാണ്, സ്വന്തമായി കർഷകർക്ക് ഇതിനെ ചെറുക്കാൻ സാധിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്നാൽ ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം BJP മുന്നോട്ട് വെക്കുന്നത് 20 ലക്ഷം രൂപ സർക്കാരും 5 ലക്ഷം രൂപ പഞ്ചായത്തും നൽകി ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥയിൽ നിന്ന് കരകയറ്റണമെന്ന ആവശ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായും അതോടൊപ്പം പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുമാണ് BJP ഇന്ന് ഉച്ചവരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പഞ്ചായത്തിൽ ഇന്ന് ഉച്ചവരെ BJPയുടെ ഹർത്താലാണ്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കർഷകനോടുള്ള ആദരസൂചകമായി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഈ 2 സൂചകങ്ങളായാണിന്ന് ഹർത്താൽ നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.